ഒന്ന് പതുക്കേടടി. അമ്മച്ചിയുടെ തല പുഴുത്തിരിക്കണം. പറക്കത്ത് കേട്ടത് പേരെടുക്കാൻ പറഞ്ഞപ്പോ തലകുത്തി പൊട്ടിക്കണം. പിന്നെ അങ്ങനെ പേരിനെ കൊല്ലണ? പേരിന്റെ കൂടെ മനുഷ്യനെ കൂടെ കുത്തി കൊല്ലണ. എനിക്ക് പറക്കത്ത് കേട്ടത്. മണി കൊച്ചേ, നിനക്ക് പേന വേണേ ഇങ്ങോട്ട് പോരാ അമ്മൂമ്മയുടെ തലയിലോട്ട്. അവക്ക് വലുവിന്റെ കാലിയ. അതെ, അങ്ങാടിയില് മേരിയേ, മേരിക്കുട്ടി എന്നാണ് മറിയേ? പള്ളിയിൽ പോകുമ്പോ ഇതിലേ വരണമെന്ന് മേരി പറഞ്ഞിരുന്നു. അവൾ അങ്ങാട് പോയി. മറിയതാ അങ്ങാടി. അവിടെ വെള്ളം കോരാൻ പോയിരിക്കുകയാണ്. ഞാനിവിടെ ഇരിക്കാം. അമ്മച്ചി, ഞാനും ഇതിന്റെ കൂട്ടത്തെ പള്ളിയിൽ പോട്ടെ? നമുക്ക് രണ്ടുപേർക്കും കൂടി വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോയെന്ന് പറഞ്ഞില്ലായിരുന്ന? പിന്നെയും പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാണ്? വൈകുന്നേരം പോകുന്നതും കാലത്തെ പോകുന്നതും ഒന്നുപോലെ അല്ലേ ചേട്ടത്തി? ഇപ്പോഴാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ശേലിന് അങ്ങനെ പോവുകയും ചെയ്യാം. ഞാൻ ഈ പെടുന്ന പാട് നീ കണ്ടില്ലയോ മറി? ഈ വലിയും വെച്ചോണ്ട് എനിക്ക് അവിടെ വരെ നടക്കാൻ മേല. വൈകുന്നേരം ആവുമ്പോ ഒരു കുറവ് കിട്ടും. പറഞ്ഞതുപോലെ ഈ വലിവിങ്ങനെ വന്നും പോയി നിൽക്കുകയാണോ ചേട്ടത്തി? ഒന്നും പറയണ്ട എന്റെ മറി. കൊച്ചി വെച്ച് കറുത്തവാവ് അടുക്കുമ്പോഴെങ്ങാനും ഒരു വലിയ ഉണ്ടാകുമായിരുന്നു. പുറമ്പോക്കി വന്ന പിന്നെ തോന്നുമ്പോഴൊക്കെയാണ്. എന്നാ തണുപ്പിന്റേതായിരിക്കും. എടി മറിയേ, അവക്ക് മേലെങ്കിൽ അവള് വരണ്ടാടി. ഞാൻ കൂടെ വരാൻ പള്ളിയിലോട്ട്. എന്റെ പൊന്നമ്മച്ചി, എന്റെ കൂടെ ഒന്നും വരണ്ട. അമ്മച്ചീനെ കൊണ്ട് പോയിട്ട് വരുമ്പോ നേരെ വിരട്ടും. കടയിലാണെങ്കിൽ ആള് വന്നോണ്ടിരിക്കുക. അത്ര വലിയ ആള് വരവാണെങ്കിൽ പിന്നെ നീ എന്നാതിനാണടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മേരി വന്നല്ല, പള്ളി പോകണ്ടേ? നിന്റെ മുഖത്ത് മുഖത്തെന്താ ഒരു പൂതിയളക്കം? പിന്നെ ഒരു സ്ഥിതി കണ്ടില്ലേ? കറിയാച്ചേട്ടന്റെ സാരി ഉടുത്തോണ്ട് പോണത് ഓർത്തിട്ടാ. അപ്പുറത്ത് താരകാരുതി. ഇതേപ്പറ്റി കറിയായ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ നോക്കിയിട്ട് കറിയായിക്കും മേരിക്കും നല്ല ചേർച്ച. എനിക്കത് നേരത്തെ തോന്നി മറി. ഞാനത് പെണ്ണിന്റെ അപ്പനോട് പറയുകയും ചെയ്തു. പറഞ്ഞ പക്ഷേ എങ്കിൽ പൂത്താടത്ത് തോമാന്റെ മോളെ രണ്ടാം കെട്ടുകാരന് കൊടുക്കരുതെന്നാണ് അത് ഞാൻ പറയുന്നത്. എനിക്ക് പിന്നെ എന്നാ ചെയ്യാൻ നോക്കും? രണ്ടാം കെട്ടുകാരനാണെന്നും പറഞ്ഞു കാത്തു വെച്ചോടി. കൊടുക്കാൻ പെണ്ണ് നൂറാം കെട്ടുകാരന്റെ കൂടെ പൊക്കോളും. എനിക്കിത് കേട്ടിട്ട് എന്റെ ഇറച്ചി കറച്ച് കയറുന്നു കേട്ടാ. വേണ്ട വേണ്ട, ഇറച്ചി കറപ്പിക്കാൻ പറ്റും വേണ്ട. അത് അവിടെ കിടന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ. നീ നമുക്ക് പോവാ. എന്താണ് ഇങ്ങനെ നോക്കുന്നേ? ഇതൊക്കെ നല്ലതുപോലെ ചേരുന്നുണ്ടല്ലേ ചേട്ടത്തി? നിങ്ങൾ പള്ളി പോകാൻ നോക്കി. ഈ ബ്ലൗസിന് വലിയ ഇറുക്കമാണല്ലേടി പെണ്ണെ? അതെ, ഇവിടെ കുറച്ച് ഇറുക്കവാ. ഇനി ഇറുക്കവും മുറുക്കവും ഒക്കെ കൂടിക്കൂടി വരികയേ ഉള്ളൂ അല്ലേ ചേട്ടത്തി? അത് വിധം പറയാൻ നിങ്ങൾ പള്ളി പോണെങ്കിൽ പോകാൻ നോക്കിനെ. പടി പെണ്ണെ. നീ എന്താടി വഴിക്ക് വന്ന് നിൽക്കുന്നത്? ചേച്ചി, ഒരു എഴുത്താ. ആര് തന്നു? കറിയാച്ചേട്ടൻ തന്നതാ. ചേച്ചി പള്ളിയിൽ നിന്ന് വരുമ്പോ ആരും കാണാണ്ട് തരണമെന്ന് പറഞ്ഞു. കറിയാച്ചേട്ടൻ എനിക്ക് ഇത്തിരി മുട്ടായി തന്നു ചേച്ചി. എന്നിട്ട് എവിടെയാണ് എഴുത്ത്? ഇത് ആരോടെങ്കിലും പറഞ്ഞോ? അമ്മച്ചി കൂടെ അറിയാതിരിക്കാനല്ലേ ഞാൻ ഇവിടെ വന്നിരുന്നത്. നീ ആരുടെടുത്തും പറയരുത് കേട്ടോ. ചേച്ചി മുട്ടായി വാങ്ങിച്ചു തരാം. എന്റെ കരളിന്റെ കരളായ മേരിക്കുട്ടിക്ക് ഇങ്ങനെ എഴുതിയത് കൊണ്ട് എന്നോട് വിരോധം തോന്നരുത്. മേരിക്കുട്ടിനെ കണ്ടത് മുതൽ ഞാൻ എല്ലാം മറന്നിരിക്കുകയാണ്. കർത്താവാണ് മേരിക്കുട്ടിനെ എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ നാടൊരുപോലെ ലൂക്കാലിയും വിറ്റ് നടന്നവനാണ്. ഇപ്പോ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഞാൻ ഉണ്ടാക്കിയ പൊന്നും രൂപയും എല്ലാം മേരിക്കുട്ടിക്കുള്ളതാണ്. മേരിക്കുട്ടി ഇല്ലാതെ എനിക്കിനി ജീവിക്കാൻ ഒക്കില്ല. എനിക്ക് മേരിക്കുട്ടിയോട് ഒത്തിരി കാര്യം പറയാനുണ്ട്. മേരിക്കുട്ടിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയിട്ട് പുറത്തു വരണം. ഞാൻ കാത്തു നിൽക്കാം. വരുമെങ്കിൽ ശരിയെന്ന് മാത്രം അമ്മണിയോട് പറഞ്ഞയക്കുക. വന്നാലും വന്നില്ലെങ്കിലും ഞാൻ കാത്തു നിൽക്കും എന്ന് പാവപ്പെട്ടക്കറിയാം. എന്നതാണ് ചേച്ചി എഴുതിയിരിക്കുന്നത്? സാരിമാലയും തന്ന കാര്യമൊക്കെ എഴുതിയിട്ടുണ്ടോ? എന്നോട് പറയില്ലേ? ഞാൻ ആരോടും പറയില്ലേ ചേച്ചി? ചേച്ചി പിന്നെ പറയാം. വാ മോളെ. നീ ഇതുവരെ എവിടെയായിരുന്നടി? ഞാൻ പള്ളിയിൽ പോയിരിക്കല്ലായിരുന്നോ? അതിന് ഇത്രയും താമസിക്കണ? വല്ലാന്റെയും പൊന്നാണ് കഴുത്ത കിടക്കുന്നത്. ആരെങ്കിലും പിടിച്ചു പറിച്ചോണ്ട് പോയെന്നല്ലേ ഞാൻ കരുതിയത്. പിന്നെ പകലല്ലേ പിടിച്ചു പറയും. നീ എവിടെയായിരുന്നടി?
ഞാനില്ലേ? നീ ഇല്ല, ഇങ്ങോട്ട് വാ. അമ്മണി, അമ്മണി. ആരുടെ പറയല്ലോ കേട്ടോ. എന്നാ അമ്മച്ചി കാണാതെ പോയിട്ട് വാ. ശരി. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഇതെന്തെന്നാടി? എന്താണ്? നല്ല മണം. ഇതെവിടുന്നാ? കറിയച്ചേട്ടൻ തന്നതാ? അയ്യോ, അപ്പച്ചനോ അമ്മച്ചോ അറിയരുത് കേട്ടോ. എവിടെങ്കിലും ഒളിച്ചു വെച്ചോ, നിന്നെ കുന്നാളെയും. ഞാൻ ആരെയും കാണിക്കില്ലല്ലോ. മോളെ മേരി, എന്തോ ഇത് വരുന്ന അമ്മച്ചി. എന്താണ് അമ്മച്ചി? നീ ഇത് അപ്പച്ചനോട്, എന്നിട്ട് അമ്മച്ചിയുടെ അടുത്തിരിക്കുന്ന ആ കോപ്പ ഇങ്ങോട്ട് എടുക്കൊണ്ട് പോരെ. അപ്പച്ച, കാപ്പി. മോളെ മേരി, എന്താണ് അപ്പച്ച? ഇവിടെ അടുത്ത് വാ. എന്താണ് ഇവിടെ ഒരു മണം? ആ, എനിക്കറിയാമില്ല അപ്പച്ച. അറിയാൻ മേലെ, നീ വന്നപ്പോഴാണല്ലോ മണക്കുന്നത്. പറഞ്ഞതുപോലെ എനിക്കും വന്നല്ലോ ഒരു മണം. എന്നാടി ഇത്? എനിക്കറിയാമില്ല അമ്മച്ചി. ആ, ചിലപ്പോ ഈ പൂവിന്റെ മണം ആയിരിക്കും. പൂവിന്റെ മണം? നീ എന്ന് മുതലാടി പൂ ചൂടാൻ തുടങ്ങിയത്? നീ എന്നതാടി ഈ തലയിൽ പെരട്ടിയിരിക്കണത്? ചോദിച്ച കേട്ടില്ലേടി, എന്നിട്ട് നാക്ക് താന്നു പോയ എന്നാടി? അമ്മണി ഏതാണ്ട് എന്റെ തലയിൽ കൊണ്ടുവന്ന് പെരട്ടിയതാ. അമ്മിണി? അമ്മിണി, അമ്മിണി, നീ എന്നതാടി അവളുടെ തലയിൽ പുരട്ടിയത്? എന്താണ്? സെന്റോ? എവിടെന്ന്? കറിയാച്ചേട്ടൻ തന്നതാണ്. എവിടെ അത്? എവിടെ? എന്നിട്ട് നീ അത് എന്നെ കാണിച്ചാ? എന്താണ് നിന്റെ വായില്? മിഠായിയാണ്. അതാര് തന്നടി? കറിയാച്ചേട്ടൻ തന്നതാ. മുട്ടായിയാന്നോടി അമ്മണി കൊച്ചേ? ആണ്ടടി, അത് പോയി കിടക്കുന്നുണ്ടോ? കേട്ട് തള്ള, മുട്ടായുടെ ശബ്ദം കേട്ടത് ഓടി വന്നിരിക്കുന്നു. കറി എന്ന് മുതലാണ് പെമ്പിള്ളേർക്ക് മുട്ടായും സെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങിയെന്ന് അറിയണമല്ലോ. എന്താ താമസ? നീ ഇങ്ങോട്ടൊന്ന് വാ. നീ അമ്മണിക്ക് മുട്ടായി സെന്റ് കൊടുത്തു? വീട്ടിൽ വന്നപ്പോ ഞാൻ 2 മുട്ടായി കൊടുത്ത നേരാണ്. സെന്റ് കൊടുത്തില്ലായിരുന്നോ? ഇല്ല തോമച്ചേട്ടാ, സെന്റ് ഞാൻ കൊടുത്തില്ല. എടി അമ്മണി, അമ്മണി! പോട്ടെ തോമച്ചേട്ടാ, കൊച്ചുകുട്ടിയല്ലേ, അറിയാതെ വല്ലതും.
അപ്പച്ചനല്ലയോ തല്ലിയത്? പോട്ടെ, ഈ കൊച്ചിനെ കള്ളം പറഞ്ഞു പഠിച്ചിട്ടല്ലയോ നിനക്ക് തല്ല് കൊള്ളുന്നത്? അവനിഞ്ഞ് വരട്ടെ, അമ്മൂമ്മ നല്ല അടി കൊടുക്കാം. നല്ല അടി കൊടുക്കണം അമ്മൂമ്മേ. കൊടുക്കാം. മോള് കൊച്ചിലെ കള്ളം പറഞ്ഞു പഠിക്കല്ലേ. കള്ളം പറയില്ല അമ്മൂമ്മേ. പോട്ടെ, കരയാതെ. നേരം വെളുത്തപ്പം മുതല് ഞാൻ ഈ പെട്ടും തൂക്കി ഇവിടെ നിൽക്കുകയായിരുന്നു. എനിക്കറിയായിരുന്നു വെള്ളം കോരാൻ മേരി ഇതുവഴി വരുമെന്ന്. ഇന്നലെ രാത്രിയില് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും ഉറങ്ങിയില്ല. എന്നിട്ടും എന്താ വരാതിരുന്നേ? ഞാൻ അടുത്തില്ലെങ്കിൽ അമ്മയെ നിലവിളിക്കും. അന്നേരം അപ്പച്ചനോ മറ്റോ ഉണരും. ഏതായാലും ഇപ്പോഴെങ്കിലും വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടാൽ അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കും. ഞാൻ പോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മേരിക്ക് എന്നോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ മേരി? എന്നെ കല്യാണം ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പച്ചനോട് ചോദിക്കാതെ. അപ്പച്ചനോട് ഞാൻ ചോദിച്ചോളാം. മേരിക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോ മേരി? ഇഷ്ടമാണ്. എത്ര നാള് വേണമെങ്കിലും എനിക്ക് വേണ്ടി കാത്തു നിൽക്കാം. ബാങ്കിൽ കുറച്ച് പണം ഇട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിൻപുറത്തെങ്ങാൻ ഒരു വീട് വാങ്ങണം. കല്യാണം കഴിഞ്ഞാല് ഈ പുറമ്പോക്ക് വിടണം കേട്ടോ. എന്നാ ഇനി മേരി പൊയ്ക്കോളൂ. പിന്നെ ഞാൻ കൊണ്ടുവന്ന സാരിയും മാലയും ഒക്കെ മേരിക്കുള്ളതാണ്. അതെല്ലാം മേരി എടുത്തുണ്ട്. എടി നടത്തിയേ, എന്റെ ചെറുക്കം വന്നു കേട്ടാ. കർത്താവേ, ഇതാന്ന് പറയുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞില്ല. കല്യാണക്കാരിയും ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. പെണ്ണിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. പെണ്ണെവിടെ? അവള് വെള്ളം കോരം പോയിരിക്കാണ്. അയ്യോ, വേഗം ഒന്ന് വിളിച്ചോണ്ട് വന്നു ചൊവ്വ നേരം ഒന്ന് ഒരുക്കി തീർത്ത്. ഞാൻ ഇപ്പൊ വന്നേക്കാം കേട്ടോ. അവളെ ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വന്നേ. മേരി